ഹലോ. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ക്ലോക്ക് മേടിച്ചു കേട്ടോ. അത് ഞാൻ തന്നെ നോക്കിയെടുത്ത ക്ലോക്കാണ് കേട്ടോ. വീഡിയോസൊന്നും കണ്ടതല്ല, എനിക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരെണ്ണം മേടിക്കാമെന്ന് വെച്ചു. റൂമിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ക്ലോക്ക് അങ്ങ് ഓർഡർ ചെയ്തു. അത് വന്നു. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെച്ച് നിങ്ങൾക്കും കൂടെ കാണിക്കാതെ, നിങ്ങളവിടെ അത് കാണട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അൺബോക്സിങ്ങൊക്കെ പാക്കിങ്ങൊക്കെ ഭയങ്കര ഇതാട്ടോ. എന്തായാലും പഴയതുപോലത്തെ ആ എപ്പോഴും അൺബോക്സ് ചെയ്യുന്ന പോലത്തെ അത്ര ഒരു കടുപ്പം ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ അൺബോക്സ് ചെയ്തു. എന്തായാലും അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ചത് ബട്ടർഫ്ലൈയുടെ ഒരു മോഡൽ ക്ലോക്കാണ് കേട്ടോ. ബട്ടർഫ്ലൈയുടെ മോഡലല്ല, അതിൻ്റെ കൂടെ ബട്ടർഫ്ലൈ സൈഡിൽ വരും, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ക്ലോക്കൊക്കെ അൺബോക്സ് ചെയ്തു. കയ്യിലൊക്കെ എടുത്തപ്പോൾ ഇതിനൊക്കെ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഞാനത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ബാറ്ററി ഇല്ലാത്തത് എങ്ങനെയാണ് നമ്മൾ ഓട്ടിക്കുന്നത്. ഞാൻ പിന്നെ അവിടെ വീട് ഫുള്ളൊന്ന് നോക്കിയപ്പോഴും നമുക്ക് ബാറ്ററി ഒന്നും അവിടെ കിടപ്പില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം ബട്ടർഫ്ലൈ എല്ലാം ഒന്ന് പറക്കി നോക്കി, എല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കട്ടെ. നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ എല്ലാം സെറ്റാണെന്ന് നോക്കട്ടെ. എല്ലാം നോക്കി, എല്ലാം കറക്റ്റാണ്. അങ്ങനെ ഞാൻ വാളിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു പെയിൻറ്റിൻ്റെ കളറിന് സെറ്റ് ആവാത്തതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴത്തേനും എൻ്റെ സന്തോഷം എല്ലാം അങ്ങ് പോയി കേട്ടോ. എനിക്കെന്തോ ആ വാളിലെ പെയിൻറ്റിന് അതങ്ങോട്ട് വെച്ചിട്ട് ആ ഒരു കളറിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നു. എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് ചേരുന്നില്ലായിരുന്നു. പെയിൻറ്റിൻ്റെ പ്രശ്നമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വൈറ്റ് പെയിൻ്റ് അടിച്ച വാളിലും കൂടെ വെച്ച് നോക്കി കേട്ടോ. പക്ഷേ എന്നിട്ടും എനിക്ക് എന്തോ ഒരു തൃപ്തി പോരായ്മയായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് ഉറപ്പിച്ചു, തിരിച്ചു കൊടുത്തേക്കാം, എന്തിനാ വെറുതെ വെച്ചിട്ട്. അങ്ങനെ ഞാൻ അവരെങ്ങനെയാണോ പാക്ക് ചെയ്ത് തന്നത് അങ്ങനെ തന്നെ ഞാൻ തിരിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ മറിച്ചും തിരിച്ചൊക്കെ നോക്കി. എന്നിട്ട് സങ്കടത്തോടാണ് കേട്ടോ തിരിച്ചു കൊടുക്കുന്നത്. കാര്യം ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ അത്. എനിക്കെന്തോ ആ പെയിൻറ്റിൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം തിരിച്ച് മടക്കിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റ, ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ.